സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസമാണ് ട്രോളിംഗ് കാലാവധി. കടലിലെ മത്സ്യസമ്പത്തിന്റെ പ്രജനനകാലം സംരക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തുന്ന വിലക്ക് ജൂലൈ 31 അർദ്ധരാത്രി വരെ നീണ്ടുനിൽക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകുന്നതിനാണ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനത്തിൽ ഇളവുണ്ടാകും. കേരള തീരത്ത് വറുതിയുടെയും വിശ്രമത്തിന്റെയും 52 ദിവസങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ തുടക്കമാവുകയാണ്. ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങുകയാണ്. ഇത്രയും കാലങ്ങളിൽ ഇനി 52 ദിവസം ഞങ്ങൾക്ക് ഇനി ജോലിയൊന്നുമില്ല. ഒരു 15 ദിവസം കൂടിയും ഞങ്ങൾക്ക് കൂട്ടി കിട്ടുമായിരുന്നെങ്കിൽ എന്തെങ്കിലും മീൻ കിട്ടുമെന്ന ടൈമിലാണ് ഈ ട്രോളിംഗ് വന്നിട്ടുള്ളത്. കടലിലെ ആവാസ വ്യവസ്ഥയും മത്സ്യസമ്പത്തും സംരക്ഷിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ ചേറ്റുവ, പൊന്നാനി, നീണ്ടകര, മുനമ്പം തുടങ്ങിയ ഹാർബറുകളിൽ ഭൂരിഭാഗം യന്ത്രബോട്ടുകളും സുരക്ഷിതമായി നങ്കൂരമിട്ട് കഴിഞ്ഞു. ഇതര സംസ്ഥാന ബോട്ടുകളോട് കേരള തീരം വിട്ടുപോകാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻബോർഡ് വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത യാനങ്ങൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അതീവ ജാഗ്രത പുലർത്തും. നിലവിലെ പ്രതികൂല കാലാവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുത്ത് പെട്ടെന്നുള്ള ഈ നിരോധനം തങ്ങളുടെ ഉപജീവന മാർഗത്തെ കഠിനമായി ബാധിക്കുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ദിവസം മാറ്റേണ്ടത് അനിവാര്യമാണ്. ഒരു 10-15 ദിവസമെങ്കിലും അധികമായിട്ട് ഇവർക്ക് കൊടുക്കണം. കാരണം ഈ കാലാവസ്ഥ ലാസ്റ്റ് സമയത്താണ് മത്സ്യം ലഭിക്കുന്നൊരു സമയം. അപ്പോൾ ബോട്ടുകളൊക്കെ വലിയ കടത്തിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ദിവസം കുറച്ച് അധികം കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഉപകാരമാവും. എന്നാൽ നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കനത്ത പിഴ ഈടാക്കുമെന്നും അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ജനം, ഗുരുവായൂർ.